ഭദ്രാസനത്തിൽ തന്നെ 33-ലധികം പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വൈദികനോ വിശ്വാസികളിൽ ആരെങ്കിലുമോ അതിൻ്റെ പേരിൽ സഭ വിട്ടു പോയിട്ടില്ല. പിന്നെയോ അവർ ബദലായിട്ട് ആരാധനയ്ക്കുള്ള സംവിധാനം ചെയ്ത് പരിശുദ്ധ അന്ത്യോക്യാസ് സിംഹാസനത്തിൻ്റെ കീഴിൽ നിലനിൽക്കുവാനുള്ള സകല ഒരുക്കങ്ങളും നടത്തി ഇന്ന് ആരാധന നടത്തിപ്പോന്നു. ആ ദൈവമക്കൾക്ക് മുമ്പാകെ തല നമിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ അത്യന്തികമായി നമ്മെ രക്ഷപ്പെടുത്തും. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ലോ കർത്താവ് കൽപ്പിച്ചത്. ഈ പരിശുദ്ധൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ ആ വിശുദ്ധൻ അനുവർത്തിച്ച ജീവിതമാർഗം സമാധാനം നല്ലതാണ്, അതിനൊരുക്കമാണ്. എന്നാൽ സഭയുടെ ചട്ടങ്ങൾ വിലകഴിച്ചുകൊണ്ട് വിശ്വാസത്തെ വിലകഴിച്ചിട്ടുള്ള ഒരു യോജിപ്പിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതിൻ്റെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞ പ്രകാരം നാം മരിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗം സംബന്ധിച്ചുള്ള വാക്കുകൾ ചുരുക്കട്ടെ. ശ്രേഷ്ഠ കത്തോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ബസേലിയോസ് ജോസഫ് ബാബ തിരുമനസ്സുകൊണ്ട് ശ്രേഷ്ഠ കത്തോലിക്കയായി പരിശുദ്ധ മൊറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേന്തിയം ബാവായാൽ വാഴിക്കപ്പെട്ട് മലങ്കരയിൽ സഭയുടെ പ്രാദേശിക തലവനായി നിയമിച്ചിട്ടുള്ള ശേഷം ആദ്യ പെരുന്നാൾ ബാവ ഏലിയസ്തിയം ബാവയുടെ പെരുന്നാളാണ്. ശ്രേഷ്ഠ ബാബ തിരുമനസ് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സഭയുടെ ഉന്നമനത്തിനായി ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മറ്റ് തിരുമേനിമാരോടൊത്ത് വിശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാവായുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉള്ള പിന്തുണയും അറിയിച്ചുകൊണ്ടും ശ്രേഷ്ഠ കത്തോലിക്ക ബാവയെ ഈ യോഗത്തിലേക്ക് പെരുന്നാളിലേക്കും ഇതിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലേക്കും ആത്മവമായി സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞു ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ സെക്രട്ടറി കൂടിയായ അഭിമന്യ പിതാവായ മോർ തീമോത്തിയോസ് തോമസ് തിരുമനസ്സാണ്. അഭിമന്യ പിതാവിനെ യുദ്ധത്തിലേക്ക് ആത്മവമായി സ്വാഗതം ചെയ്യുന്നു. സമയ പരിമിതി നിമിത്തമായിട്ട് എൻ്റെ അഭിമന്യ ആത്മീയ സഹോദരങ്ങളായ അഭിമന്യ തിരുമേനിമാരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ വൈദികരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് സഹോദരി സഭയായ കത്തോലിക്ക സഭയിൽ നിന്ന് വൈദികരെ 2 പേര് വന്നിട്ടുണ്ട്. അവർ ഈ യോഗത്തിലേക്ക് ആത്മമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവയെ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും JSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാക്കുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന സെയിൻറ്റ് ഏലിയാസ് തൃതീയൻ ഗോൾഡ് മെഡൽ അത് നൽകുവാനായിട്ട് ഏറ്റിരിക്കുന്നത് ഈ മണ്ഡലത്തിൻ്റെ MLA കൂടിയായ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളാണ്. അവർ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ആൻ്റണി MP